നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യയിലേക്ക്. സന്ദർശനം മോദിയുടെ ഇടപെടൽ പുടിൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതത്തിന് കഴിയുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ADGP വിവാദത്തിൽ കൈമലർത്തി MP ഗോവിന്ദൻ. MR അജിത് കുമാർ ആരെയൊക്കെ കണ്ടെന്ന് അന്വേഷിക്കേണ്ടത് സർക്കാർ. CPM-നെ അതിലേക്ക് വലിച്ചിഴക്കേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി. അവധിയിൽ പ്രവേശിച്ച് അജിത് കുമാർ. സുജിത് ദാസിനെതിരായ മരം മുറി പരാതിയിൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. SI N ശ്രീജിത്തിനെ വിളിപ്പിച്ച് തൃശൂർ DIG. നാളെ നേരിട്ടെത്തി തെളിവുകൾ കൈമാറാൻ നിർദ്ദേശം. തലസ്ഥാനത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് 5 ദിവസം. ഇന്ന് പകലും വെള്ളമെത്തില്ല. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി പാവം ജനങ്ങൾ. ഇത് തീരുമ്പോൾ പിന്നെ ഇല്ല, അത്ര ബുദ്ധിമുട്ടാണ്. വണ്ടി വരുമെന്ന് 3-4 ദിവസം കൊണ്ട് കൗൺസിലറെ വിളിച്ച് ഇന്നലെ ഫുൾ ഇതാവുമെന്ന് പറഞ്ഞാണ്, ലോഡാവുമെന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക് രാത്രിയോടെ വെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജമ്മുകശ്മീരിൽ പ്രചാരണം ശക്തമാക്കി BJP. പ്രധാനമന്ത്രി അടക്കം പ്രമുഖരെത്തും. നരേന്ദ്രമോദിയുടെ പ്രചാരണം ഈ മാസം 14 മുതൽ. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. യുവതിയുടെ പരാതി ആലുവയിലെ വീട്ടിലും റിസോർട്ടിലും പീഡിപ്പിച്ചെന്ന്. സംസ്ഥാനത്ത് H1N1 മരണം. മരിച്ചത് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അനിൽ. ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. വിശദമായ വാർത്തകൾ നോക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം. ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തയാഴ്ച റഷ്യ സന്ദർശിക്കും. മോദി നിർദ്ദേശിച്ച സമാധാന പദ്ധതി ചർച്ചയാകും. മോദിയുടെ മധ്യസ്ഥത പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ ഭാരതത്തിനാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പ്രതികരിച്ചിരുന്നു. മണിപ്പൂരിൽ സമാധാനമുറപ്പിക്കാൻ ശക്തമായ നീക്കവുമായി സർക്കാർ. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്ണുപൂർ, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ ഡ്രോൺ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷബാധിത മേഖലകളിൽ സൈന്യം വ്യോമ നിരീക്ഷണം ആരംഭിച്ചു. കുക്കികൾ നടത്തിയ റോക്കറ്റ് ബോംബാക്രമണത്തിൽ മേതി സമുദായത്തിൽ നിന്നുമുള്ള ഒരു വൃദ്ധൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂർ സംഘർഷഭരിതമാകുന്നത്. ഇതാദ്യമായാണ് സംഘർഷ മേഖലയിൽ റോക്കറ്റ് ആക്രമണം. പിന്നാലെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും വർദ്ധിച്ചു. സുരക്ഷാ സ്ഥിതി വിലയിരുത്തിയ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. അക്രമികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് സുരക്ഷാ സേനകൾക്ക് നൽകിയ നിർദ്ദേശം. പല ജില്ലകളിലും നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. നിലവിൽ ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ മേഖലകളിലാണ് സംഘർഷം രൂക്ഷമായി തുടരുന്നത്. അക്രമങ്ങൾ വ്യാപിച്ചതോടെ വ്യോമ നിരീക്ഷണമടക്കം സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഊർജിതമായ നടപടികൾ കൈക്കൊണ്ടതായി സുരക്ഷാ സേനയും വ്യക്തമാക്കി. സംഘർഷ മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസമുണ്ടാകും. ജനം, ഡൽഹി. തലസ്ഥാനത്ത് കുടിവെള്ളം മുട്ടിയിട്ട് 4 ദിവസം. കോർപ്പറേഷൻ പരിധിയിലെ 44 വാർഡുകളിൽ കുടിവെള്ളം പൂർണ്ണമായും ഭാഗികമായും മുടങ്ങി. കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടമോടുമ്പോഴും അനങ്ങാതെ കോർപ്പറേഷനും അധികൃതരും. ഇത് തീരുമ്പോൾ പിന്നെ ഇല്ല, അത്ര ബുദ്ധിമുട്ടാണ്. വണ്ടി വരുമെന്ന് 3-4 ദിവസം കൊണ്ട് കൗൺസിലറെ വിളിച്ച് ഇന്നലെ ഫുൾ ഇതാവുമെന്ന് പറഞ്ഞാണ്, ലോഡാവുമെന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക്
വിവാദങ്ങൾക്കിടയിൽ ADGP MR അജിത് കുമാർ ഇന്നു മുതൽ അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവധിയിൽ പ്രവേശിച്ചത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾ മുറുകുന്ന സാഹചര്യത്തിലാണ് അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് സൂചന. അതേസമയം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി താൻ നേരത്തെ അവധി അപേക്ഷ നൽകിയിരുന്നതായാണ് അജിത് കുമാർ പറയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഭരണപക്ഷ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ഓരോ ദിവസവും ഉയർന്നുവരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി DGPയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനു പിന്നാലെ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിക്കുകയാണ് MR അജിത് കുമാർ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷ് അടക്കമുള്ളവരും DGPക്കൊപ്പം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അജിത് കുമാർ അവധിയിൽ പോയി വിവാദങ്ങൾക്ക് ഒരു വിരാമമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അവധിയിൽ പോവുകയല്ല, അന്വേഷണ കാലയളവിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ ആഭ്യന്തര വകുപ്പിൽ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. അഖിൽ പലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് തങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP BJP നേതാക്കളെ കാണാൻ പോയെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അസംബന്ധമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും MV ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു. അതിനെന്താ കുഴപ്പം? ആരെങ്കിലും പരാതി, ഞാനൊരു നമ്പർ ഇട്ടിട്ട് പറയുകയാണ്, ഇത് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോ, ഞാൻ അത് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നതിൽ ഇപ്പം എന്താ കുഴപ്പം? അത് സാധാരണ. PD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പിണറായി വിജയനും VD സതീശനും രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പുനർജനി തട്ടിപ്പ് കേസിൽ VD സതീശനെതിരെ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുരേന്ദ്രൻ ചോദിച്ചു. തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്നും തൃശൂരിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലടക്കം BJPക്കാണ് ഭൂരിപക്ഷം കിട്ടിയതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ? എന്ത് പച്ചക്കള്ളമാണ് VD സതീശൻ പറയുന്നത്? VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്, പിണറായി വിജയന്റെ B ടീമാണ്, പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. VD സതീശന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കാത്തത്? എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത്? അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത്? VD സതീശനും പിണറായി വിജയനും ഒരമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. SP സുജിത് ദാസിനെതിരെ മരംമുറി കേസിൽ പരാതി നൽകിയ SI N ശ്രീജിത്തിനെ മൊഴിയെടുക്കാൻ DIG വിളിപ്പിച്ചു. തൃശൂർ DIG തോംസൺ ജോസാണ് ശ്രീജിത്തിനെ വിളിപ്പിച്ചത്. ശ്രീജിത്ത് നൽകിയ പരാതി ഉന്നയിച്ചായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ തുടക്കം. PV അൻവർ വിവാദങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് CPM. അൻവർ P ശശിക്കെതിരെ രേഖാമൂലം പരാതി നൽകിയാൽ എന്തു ചെയ്യുമെന്നതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത്. മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഒരുക്കരുത് എന്നാണ് പൊതുധാരണ. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമായിരുന്നു എന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്ന പൊതുവികാരം. എന്നാൽ അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് തുടർ നീക്കങ്ങൾക്ക് തടയിട്ടു. അൻവറിന്റെ ശൈലി കൂടി ചർച്ചയായതോടെ P ശശിക്കെതിരായ ആരോപണം വെറും വാക്കുമാത്രമായി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വെറുതെ പറഞ്ഞാൽ പോരെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്കും പാർട്ടിയിലെ ഈ അഭിപ്രായ സ്വരൂപീകരണമാണെന്നത് കാണാതെ പോകരുത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും രേഖാമൂലം പരാതി നൽകുമെന്നാണ് അൻവർ അവസാനമായി പറഞ്ഞത്. അങ്ങനെയൊരു പരാതിയുമായി അൻവർ രംഗത്തെത്തിയാൽ CPM പ്രതിരോധത്തിലാകുമെന്നതാണ് യാഥാർത്ഥ്യം. അൻവർ പറയുന്നത് പോലെ കൂടുതൽ തെളിവുകൾ ഉണ്ടായിട്ടാണ് പരാതിയെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെയുണ്ടായാൽ ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിൽ
മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന പൊതുവിമർശനം പാർട്ടി ശരിവെച്ചത് പോലെയാകും. ഇനി പരിശോധന വേണ്ടെന്ന നിലപാടാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ശശിയെ സംരക്ഷിക്കുന്നു എന്ന വിമർശനവും കേൾക്കേണ്ടി വരും. സമ്മേളനകാലമായതിനാൽ വിവാദം കൊടുമ്പിരി കൊള്ളുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അൻവറിനെ കയറൂരി വിടുകയാണെന്ന തരത്തിൽ പാർട്ടി കേഡറുകൾ തന്നെ ഉയർത്തുന്ന വിമർശനത്തിനും വിശദീകരണം നൽകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തന ശൈലികളോടും വിയോജിപ്പുണ്ടെങ്കിലും സമ്മേളനങ്ങൾ കഴിഞ്ഞ ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമെന്ന സാഹചര്യം അത്തരം ചർച്ചകൾക്ക് സമയമായിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ആയതിനാൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ആഭ്യന്തര ചർച്ചകൾ പോലും വേണ്ടെന്നതാണ് ധാരണ. ജനം, തിരുവനന്തപുരം. തൃശൂരിൽ വീണ്ടും H1N1 മരണം. തൃശൂർ ശ്രീനാരായണപുരം സ്വദേശി അനിലാണ് മരിച്ചത്. പനി ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗത്തെ തുടർന്ന് അനിലിന്റെ ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് H1N1 ബാധിച്ച് തൃശൂർ എറവ് സ്വദേശിയായ മീന മരിച്ചത്. തുടർന്നാണ് ഇന്ന് മറ്റൊരു മരണം കൂടി സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിൽ വെച്ചായിരിക്കാനാണ് സാധ്യതയെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. 2 ദിവസം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്. മനോജ് ചേരുന്നു. മനോജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ നിന്നും ഈ മൃതദേഹം ലഭിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമിന് മുകളിലൂടെയുള്ള മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ രാവിലെ ഒരു ബാഗ് കണ്ടെത്തുന്നത്. തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയപ്പോൾ 2 ദിവസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പരിശോധന നടത്തി വന്നപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്നുമാണ് ഒരു രക്തക്കറ പുരണ്ട വസ്ത്രം ലഭിച്ചിട്ടുള്ളത്. ഇത് സ്ത്രീയുടെ വസ്ത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ ലഭിച്ചിട്ടുള്ള വസ്ത്രവും അതും കുഞ്ഞിനെ കൊണ്ടുവന്ന ബാഗും എല്ലാം തന്നെ ഈ CCTVയിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകും. മറ്റ് സമീപത്തെ CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. 2 ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മാസത്തോളം വളർച്ച എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ പ്രസവിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഡോക്ടർമാർ പറയുന്നത് കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിൽ വെച്ചായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ മറ്റു വിവരങ്ങൾ ുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാഗിലാക്കിയായിരുന്നു ഈ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ റെയിൽവേ പോലീസ് അത് കണ്ടെത്തുന്നത്. എന്തായാലും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഈ മേൽപ്പാലത്തിൽ CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങൾ, അതായത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തുള്ള CCTV ക്യാമറകളാണ് പരിശോധിച്ചു വരുന്നത്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ. ഇതിനായി ഇസ്ലാമിക രാജ്യങ്ങൾ സഖ്യം രൂപീകരിക്കണം, ഇസ്രായേലിന്റെ ഭീകരവാദം അവസാനിപ്പിക്കണമെന്നതാണ് എർദോഗന്റെ ആഹ്വാനം. ഈജിപ്തും സിറിയയുമായുള്ള ബന്ധം അടുത്തിടെ തുർക്കി മെച്ചപ്പെടുത്തിയിരുന്നു. ഹമാസ് ഭീകരൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊന്നതിനെ തുർക്കി അപലപിച്ചിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിലപാട് കടുപ്പിച്ച് അസം സർക്കാർ. NRCക്ക് അപേക്ഷിക്കാത്തവർക്ക് ആധാർ കാർഡ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡുകൾ കൈപ്പറ്റിയെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികളിലേക്കാണ് അസം സർക്കാർ കടക്കുന്നത്. അനധികൃതമായി കുടിയേറിയവർക്ക് ആധാർ കാർഡ് ലഭിച്ചു എന്നതിന്റെ തെളിവാണ് ദുബ്രി, ബാർപേട്ട, മോറിഗാവ് ജില്ലകൾ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ ഇവിടെ ജനസംഖ്യയേക്കാൾ കൂടുതലായി ആധാർ കാർഡുകൾ ലഭ്യമാക്കി. അതിനാൽ തന്നെ ഇനി അസമിൽ ആധാർ കാർഡുകൾക്ക് അപേക്ഷിക്കുമ്പോൾ 2015 NRCക്ക് നൽകിയ അപേക്ഷയുടെ നമ്പർ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നാണ് അസം സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആധാർ കാർഡ് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേര് NRCയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. എന്നാൽ ആധാർ കാർഡ് അപേക്ഷകൻ നിർബന്ധമായും 2015 NRCക്കായി അപേക്ഷ നൽകിയ വ്യക്തിയാകണം. 2015 NRCക്ക് അപേക്ഷിക്കാത്ത ആളുകളെ കുടിയേറ്റക്കാരായി തന്നെ കണക്കാക്കും. ഇതിനായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു.
NRCക്ക് അപേക്ഷിച്ച 3.3 കോടിയിൽപ്പെടാത്ത ജനങ്ങൾക്ക് ഇനിമേലാൽ ആധാർ കാർഡ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആധാർ കാർഡ് നൽകുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും അസം സർക്കാരിന് പ്രത്യേക വിവേചനാധികാരമുള്ളതിനാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി കരസ്ഥമാക്കിയാലേ ആധാർ കാർഡ് ലഭ്യമാക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. ഉത്തർപ്രദേശ് ലഖ്നൌവിൽ കെട്ടിടം തകർന്നു വീണ 8 മരണം, 28 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് ട്രാൻസ്പോർട്ട് നഗറിലെ 3 നില കെട്ടിടം തകർന്നു വീണത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ സമരത്തിൽ ഇടപെടൽ. എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികളുടെ സമരം യാത്രാ കാർഗോ വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ സമരം തുടങ്ങിയതോടെ സർവീസുകൾ 30 മിനിറ്റ് മുതൽ 2.5 മണിക്കൂർ വരെ വൈകി. വിമാനത്തിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങാനാകാതെയും ലഗേജ് ലഭിക്കാതെയും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ള യാത്രക്കാർ കടുത്ത ദുരിതത്തിലായി. ബോണസും ശമ്പള പരിഷ്കരണവും ആവശ്യപ്പെടുന്ന ജീവനക്കാരുമായി റീജിയണൽ ലേബർ കമ്മീഷണർ ചർച്ച നടത്തുകയാണ്. നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അടിമാലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. യുവതിയെ ഈ ആഴ്ച അടിമാലി കമ്പിലൈനിലെ റിസോർട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും കമ്പിലൈനിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. ഓൺലൈനായി DIGക്ക് നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് നടൻ ബാബുരാജിന്റെ ആരോപണം. സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായാണ് 4200 കോടി കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി ലഭിച്ചത്. ഓണച്ചിലവുകൾ നിർവഹിക്കാനാകുമെങ്കിലും പിന്നീടുള്ള മുന്നോട്ടുപോക്ക് സർക്കാരിന് പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവബദ്ധയും ബോണസും ക്ഷേമ പെൻഷനും തുടങ്ങി നിരവധി കടമ്പകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി 4200 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. കോടികൾ മാത്രം കടമെടുക്കാൻ കഴിയുമായിരുന്നിടത്താണ് കേന്ദ്രത്തിന്റെ ഉദാരമായ സമീപനം കേരളത്തിന് ഗുണകരമായത്. ഓണച്ചെലവുകൾക്ക് ഈ തുക പര്യാപ്തമാണെങ്കിലും പിന്നീടുള്ള മുന്നോട്ടുപോക്കിന് സർക്കാരിന് വലിയ പ്രതിസന്ധിയുമാകുമെന്നതാണ് യാഥാർത്ഥ്യം. വരും മാസങ്ങളിലും ചിലവിനും ശമ്പളത്തിനുമെല്ലാം വൻതുക കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള വഴിയില്ലാത്തതിനാൽ വീണ്ടും കടമെടുക്കാനുള്ള അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വരും. ചട്ടപ്രകാരം കടമെടുക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് കടന്നുള്ള കടമെടുപ്പ് വേണ്ടിവരുമെന്ന സാരം. സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഇനി കേന്ദ്ര അനുമതി നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സംസ്ഥാനത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നേരത്തെ കോടതി നിന്നടക്കം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണമായിരുന്നു. കടമെടുത്ത തുക തിരികെ അടയ്ക്കാൻ വീണ്ടും കടമെടുക്കേണ്ട ഗതികേടിലാണ് കേരള സർക്കാർ ഉള്ളത്. വകുപ്പുകൾക്ക് പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ജനം, തിരുവനന്തപുരം. അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഇടുക്കി ചൊക്രമുടിയിൽ CPI നേതാവ് നടത്തിയ ഭൂമി കയ്യേറ്റം അതീവ ഗൗരവതരമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭൂമി കയ്യേറ്റത്തിലെ CPI ഇടപെടൽ ഇതിൽ നിന്ന് വ്യക്തമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന ആരോപണവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരകളുടെ മുകൾത്തട്ടിലാണുള്ളത്. താഴ്വാരത്തേക്ക് വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒരു ജനതയുടെ മനസ്സിലാകെ തീ കോരിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. 25 ഏക്കറോളം വരുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിനപ്പുറമാണ് ചൊക്രമുടിയിൽ നിന്നുള്ള കാഴ്ച. 12 ഏക്കറോളം ഭൂമിയാണ് CPI മുൻ ലോക്കൽ സെക്രട്ടറി ഇവിടെ കൈമാറ്റം ചെയ്തത്. ഇതിൽ CPI സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ പങ്കിലേക്കാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിരൽ ചൂണ്ടുന്നത്. ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയി, ഞാൻ റവന്യൂ മന്ത്രി രാജനോട് ആവശ്യപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പട്ടയം ക്യാൻസൽ ചെയ്യണം. ഈ വനഭൂമി മുഴുവൻ ആളുകമ്മ കയ്യേറുകയാണ്, യാതൊരു മര്യാദയില്ലാതെ കയ്യേറുകയാണ്. ആരാണ് കയ്യേറുന്നത്? ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അതിനകത്ത് CPM-ന്റെ CPI-യുടെയും കയ്യേറ്റമുണ്ട്. ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ആനയും വരയാടും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ എത്തിയിരുന്ന പ്രദേശമാണ് ഇവിടം.
അധികാര ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുക എന്നുള്ളത് അസാധ്യം. ആനയും കാട്ടുപോത്തും വരയാടും എത്തിയിരുന്ന പുൽമേടുകൾ, ഇവയുടെ ആവാസ വ്യവസ്ഥ അപ്പാടെ തകർത്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മല കീറി മുറിച്ച് ഭൂമി തിരിച്ചുള്ള വിൽപ്പനയായിരുന്നു ലക്ഷ്യം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടത്താനാകില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റെഡ് സോണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും അവർ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുടിവെള്ളം എടുക്കുന്നത് ഇവിടുന്നാണ്. അപ്പൊ കുടിവെള്ളം എടുക്കാനായിട്ട് ഇവിടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ ഞങ്ങൾ വെള്ളം തിരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഞങ്ങൾ ഇവിടെ കയറരുതെന്നും പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ ഇഞ്ചക്ഷൻ ഓർഡറൊക്കെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തതിന് ശേഷം ഇവിടെ ഭയങ്കരമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ 6-ാം മാസത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അന്വേഷണമൊന്നും വരാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം 21-ാം തീയതി ദേവികുളം സബ് കളക്ടറിന്റെ അടുത്ത് നിന്ന് വിവരം അന്വേഷിച്ചപ്പോഴത്തേക്ക് തഹസിൽദാരിന്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. താഴ്വാരത്തെ വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജലസ്രോതസ് തടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരാതി കിട്ടിയിട്ട് പോലും നടപടി സ്വീകരിക്കാത്ത റവന്യൂ വകുപ്പിന്റെ ഇടപെടലാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജില്ല കണ്ടതിൽ ഏറ്റവും വലിയ കയ്യേറ്റങ്ങളിലൊന്നാണ് ചക്രമുടിയിലേത്. ഇതിൽ CPI നേതാവിന്റെ സ്ഥലം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഗൗരവകരം. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ ഉണ്ടാവുക. ചക്രമുടിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം. 356 വിവാഹങ്ങൾക്കാണ് ഇന്നലെ വൈകിട്ട് വരെ ഷീട്ടെടുത്തത്. ബുക്കിംഗിന് പുറമെ ഇന്ന് നട അടയ്ക്കുന്നതുവരെ നേരിലെത്തി വിവാഹം നടത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. 6 മണ്ഡപങ്ങളിലായി വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ക്ഷേത്രത്തിലേക്ക് വധൂവരന്മാരെ വരവേറ്റത്. അല്ല, നമ്മുടെ ആദ്യം മുതലുള്ള ആശയമായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. രണ്ടാളുടെ അത് തന്നെ ആശയമായിരുന്നു. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് നമ്മളിവിടെ വന്നിട്ട് കഴിച്ചതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഈ ദിവസം ഓർത്തിരിക്കുമല്ലോ. സന്തോഷമുണ്ട്. കണ്ണനെ സാക്ഷിയാക്കി പുതുജീവിതം. ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ വിവാഹം. നവദമ്പതികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചിങ്ങമാസത്തിലെ ചോതിനക്ഷത്രം ശുഭമുഹൂർത്തമൊരുക്കിയപ്പോൾ ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹം. ഇന്നലെ വരെ ബുക്ക് ചെയ്തത് 356 വിവാഹങ്ങൾ. ഒരു ദിവസം 277 വിവാഹങ്ങൾ നടന്നതാണ് നേരത്തെ റെക്കോർഡ്. ബുക്കിങ്ങിന് പുറമെ ഇന്ന് നേരിലെത്തുന്നവർക്കും വിവാഹത്തിന് ക്രമീകരണം ഒരുക്കിയിരുന്നു. 2 മണ്ഡപങ്ങൾ അധികം സജ്ജമാക്കി 6 മണ്ഡപങ്ങളിൽ പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ. എല്ലാ മണ്ഡപങ്ങളും പുഷ്പാലങ്കൃതം. നാദസ്വര മേളക്കാരും സജ്ജം. മേൽനോട്ടത്തിന് മണ്ഡപങ്ങളിൽ കോയിമക്കാരും. ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ നമ്മൾക്ക് ഏതാണ്ട് 300-ന് മുകളിൽ കല്യാണം ഉണ്ടാവും എന്നുള്ളൊരു നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അത്രമാത്രം ബുക്കിംഗ് വന്നപ്പോൾ ഒരു 350-400ഓളം കല്യാണം വന്നേക്കാം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മുന്നൊരുക്കം കമ്മിറ്റിയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ദേവസ്വം സെക്യൂരിറ്റി എന്നിവരുമായിട്ട് കൂടിയാലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 എക്സ്ട്രാ മണ്ഡപങ്ങൾ ഇടുകയുണ്ടായി. 4 മണ്ഡപം ഉള്ളിടത്ത് 2 എക്സ്ട്രാ മണ്ഡപം ഇട്ടു. അപ്പോൾ അതിനുള്ള എല്ലാ മണ്ഡപത്തിലും കോയ്മമാർ വെച്ച് വാദ്യസംഘങ്ങളെയൊക്കെ വെക്കുകയുണ്ടായി. ടോക്കൺ ക്രമത്തിൽ ദമ്പതികളെ മണ്ഡപത്തിലേക്ക് കടത്തിവിട്ടു. നവദമ്പതികൾക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരടക്കം 24-അംഗ സംഘത്തിനാണ് മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിച്ചത്. കണ്ണന് മുന്നിൽ ഇത്രയും വിവാഹം ഒന്നിച്ചു നടന്ന ദിവസം തന്നെ വിവാഹിതരാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം നവദമ്പതികൾക്കും. നല്ല സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം വന്നതിൽ. ഞങ്ങളിപ്പോൾ ഒരു 2-3 ഇവിടെ അടുത്തായി ബുക്ക് ചെയ്തത്. വളരെ സന്തോഷം. ഉറപ്പായിട്ട് നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അത് ഒരു ചരിത്രമായല്ലോ. 227 അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് 227 ഏറ്റവും ഹയസ്റ്റ് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ 350 റേഞ്ച് ആയത്. വളരെയധികം സന്തോഷമുണ്ട് അതിന്റെ പാട്ടാകാൻ പറ്റിയത്. ഇപ്പം കാണുന്നുണ്ട് ഓരോ ദിവസം കൂടുമ്പോൾ ടോക്കൺ ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കി. കണ്ണന്റെ തിരുസന്നിധിയിലെങ്ങും നവദമ്പതികളും വിവാഹ സംഘങ്ങളുമാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടെ സ്വപ്ന സാഫല്യം നേടിയതിന്റെ നിർവൃത്തിയിലാണ് അവരെല്ലാം. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, തൃശൂർ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം നാട്ടുവിശേഷം കാണാം. നമസ്തേ.